കവിത അണ്ടിക്കഞ്ഞി. ആ മാങ്ങയോട് അങ്ങനെയൊക്കെ ആയിക്കോളൂ, സാരമില്ല. അതൊന്നും ആ മാവിന് അത്ര വലിയ സങ്കടമുള്ള കാര്യങ്ങളല്ല. കൊത്തി കൊത്തി മുറിവേൽപ്പിച്ചോളൂ, പാതിചപ്പി വഴിയിൽ ഉപേക്ഷിച്ചോളൂ, കാർന്നു നുണഞ്ഞ് രസിച്ചോളൂ, നീര് ഊറ്റി ഊറ്റി കുടിച്ചോളൂ, കൊത്തിയെരിഞ്ഞ് ഉപ്പിലിട്ടോളൂ, വെയിലത്തിട്ട് വാട്ടിക്കോളൂ, തീയിലിട്ട് പൊള്ളിച്ചോളൂ, രുചിയേറും വരെ തിളപ്പിച്ചോളൂ. സാരമില്ല, പാകമായി കഴിഞ്ഞിട്ടെങ്കിൽ വിദ്വേഷവുമില്ല. പക്ഷേ ആ അണ്ടിക്കഞ്ഞി, ആ കോൺസെപ്റ്റിനോട് അതിന് തീരെ പൊരുത്തപ്പെടാനാകില്ല. കൊത്തിയെടുക്കാനും പൂളാനും കാരാനും രുചിക്കാനും തോലും മാംസവും മൃദുവാക്കി വെച്ചതും എത്ര ഇമ്പിയാലും മടുക്കാത്ത വിധം മധുരം ചാലിച്ചു നിറച്ചതും നിങ്ങൾക്ക് വേണ്ടിയാണെന്നാണല്ലോ വയ്പ്പ്. അങ്ങനെ തന്നെ കരുതിക്കോളൂ. അതിനോടും അതിനു വലിയ വിയോജിപ്പുണ്ടാകാൻ സാധ്യതയില്ല. അതാഗ്രഹിക്കുന്ന ആരോ ഒട്ടും ആയാസമില്ലാതെ അതിനെ ആസ്വദിച്ചോട്ടെ എന്ന് അത് കരുതുന്നത് കൊണ്ടാണ് അങ്ങനെ. അത്രയൊക്കെ നിങ്ങളും ചെയ്തോട്ടെ എന്ന ധാരണയിലാവും അത്. അപ്പോഴും ആ പാണ്ഡിയെ ഒന്ന് വെറുതെ വിടൂ എന്നൊരു റിക്വസ്റ്റ്. ആരും അത് ഗൗനിക്കാത്തതിൻ്റെ ഒരു അങ്കലാപ്പ് ഏത് മാവിലുമുണ്ട്. വളരെ നിശബ്ദമായി ഏതു നേരത്തും അതുണ്ട്. പൂത്തുകായ്ക്കാൻ ഒരുങ്ങുന്ന വേള മുതൽ വളരെ പ്രകടമായി തന്നെയുണ്ട്. കാരണം മാങ്ങണ്ടി നിങ്ങൾക്ക് വേണ്ടിയുള്ളതേ അല്ല. അണ്ടിക്കഞ്ഞി എന്ന നിങ്ങളുടെ ആഗ്രഹം പോലും അരുതാത്തതാണ്. വേണ്ടതെടുത്ത ശേഷം അതിനെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാലും മതി. ഇത്തിരി നനവുള്ള എവിടെയെങ്കിലും, ലേശം മണ്ണും കുറച്ച് ആകാശവുമുള്ള എവിടേക്കെങ്കിലും. നട്ടുനനച്ച് പരിപാലിക്കണം എന്നൊന്നുമില്ല, വളവും കരുതലും വേണമെന്നുമില്ല. ഇനി ഉപയോഗമില്ലെന്ന് തോന്നുന്ന ആ വേളയിൽ മാത്രം മതി അതിനെ എവിടെയെങ്കിലും എവിടേക്കെങ്കിലും. ആ തോന്നലിനുള്ള എല്ലാ സാധ്യതയും പരുവപ്പെടുത്തിയ ഇടത്തിൽ തന്നെയാണ് അതിനെ അത് ഒളിപ്പിച്ചിട്ടുള്ളതും. എന്തെന്നാൽ ആ ഉള്ളിൽ തൻ്റെ പ്രിയപ്പെട്ട ആർക്കോ വേണ്ടിയുള്ള അതിൻ്റെ രഹസ്യ സന്ദേശങ്ങളാണ്. മധുരത്തിനുള്ളിൽ ദൃഢമായി പൊതിഞ്ഞ നിഗൂഢ സന്ദേശങ്ങൾ. ദൂതനായി ആരോ അതിനെ തേടി വരാനുണ്ട്. അതിനിടയിൽ മണത്തെറിഞ്ഞ് നിങ്ങൾ എത്തിയേക്കുമെന്നും അതിനറിയാം. അതുകൊണ്ടാകണം നിങ്ങളുടെ പല്ലുകളുടെ മൂർച്ചയേക്കാൾ ബലവത്തായ തോടുകൊണ്ട് അതിനെ അത് പൊതിഞ്ഞു വച്ചത്. കവർപ്പ് കലർത്തി കടഞ്ഞെടുത്ത് അതതിൻ്റെ സന്ദേശങ്ങളെ ഒളിപ്പിച്ചു വച്ചത്. അതിനെയും തല്ലിപ്പൊട്ടിച്ച് കഞ്ഞിയാക്കി രുചിച്ചേയാകൂ എന്നത് എത്ര അനീതിയാണ്. അതിനെ അങ്ങ് വെറുതെ വിടൂ, അത് നിങ്ങൾക്കുള്ളതല്ല. എന്തിനാണ് നിങ്ങളെപ്പോഴും ആ ഐക്കര നായരെ പോലെ സദാ ഇങ്ങനെ ഉണർന്നിരിക്കുന്നത്? എല്ലാത്തിലും രുചി തേടുന്ന നിങ്ങളുടെ ഈ മനോഭാവം അത്ര നല്ലതിനല്ല. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.